ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്, ഉറക്കമുണർന്നതേ ഹാപ്പി ആയിട്ടാണ്. എല്ലാ ദിവസവും നല്ല ഹാപ്പി ആയിട്ട് തന്നെ എഴുന്നേക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഹാപ്പിയുണ്ട്. കാരണം ഇന്ന് April 7th. ടുഡേയ്സ് മൈ ബർത്ത്ഡേ. ഗെറ്റിംഗ് ഓൾഡർ ബട്ട് മൈ ഇന്നർ ചൈൽഡ് ഈസ് ഏജ്ലെസ്. സ്വന്തമല്ല കേട്ടോ, കടമെടുത്തതാണ്. യുദ്ധത്തിൽ വെടികൊണ്ടാണിരിക്കുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റ് നോക്കാൻ ഹോള്. അപ്പോൾ സെയിലുള്ള പ്ലാന്റ്സ് കാണാം, ചെടികളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് കാണാതെ. അപ്പോൾ അതിൻ്റെ മുമ്പേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കാം, എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ചിലപ്പം പിന്നീട് കൊണ്ടുവരുന്ന പ്ലാന്റ്സ് എല്ലാം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്തതാണെങ്കിലോ ഏതെങ്കിലും ഇല്ലാത്തതാണെങ്കിൽ അപ്പോഴും വാങ്ങിക്കാമല്ലോ. ആദ്യത്തെ ചെടി ചൈന ഡോള്. നമുക്ക് ഇത് തൊട്ടാണ് നമുക്ക് സെയിലുള്ളത്. നേരത്തെ കാണിച്ചതൊന്നും സെയിലിനുള്ളതല്ല, വെറുതെ ഭംഗി കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് ചൈന ഡോൾ. ചൈന ഡോളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 rupees. നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആണ്, ഇൻഡോർ ആയിട്ട് വെക്കാം. ഇൻഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് ഷെയ്ഡിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് കേട്ടോ. അടുത്തതൊരു അഡീനിയ. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 45 rupees. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു അഡീനിയം കാണിച്ചായിരുന്നു, അതല്ല ഇത് പിങ്ക് കളറാണ്. അത് വേറൊരു ഡബിൾ ഷെയ്ഡ് വരുന്നതല്ലായിരുന്നോ? ഇത് 45 rupees. അത് തീർന്നായിരുന്നു, ഞാൻ അന്നേരം പറഞ്ഞായിരുന്നല്ലോ 3 പ്ലാന്റേ ഉണ്ടായിരുന്നുള്ളൂ, അത് അപ്പോഴും തന്നെ തീർന്നു കേട്ടോ. പിന്നെയുള്ളത് ശ്രീലങ്കമുല്ല. ശ്രീലങ്കമുല്ലയുടെ പ്രൈസ് എന്ന് പറയുന്നത് 65 rupees. കുഞ്ഞുനാൾ മുതലേ തന്നെ പൂക്കൾ പിടിച്ചു തുടങ്ങും, അതിൻ്റെ കുഞ്ഞുനാൾ മുതലേ. പിന്നീടുള്ളത് ഒരു ലീഫി പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 rupees. പിന്നെ കലാത്തിയുണ്ട്. കലാത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 50 rupees. ഇതൊക്കെ നമ്മൾ മുമ്പ് ഇത് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുള്ളതാണേ, മുമ്പ് കണ്ടിട്ടുള്ളവർക്കറിയാം, മുമ്പും ഇട്ടിട്ടുള്ളതാണ്. അടുത്തെന്ന് പറയുന്ന ഒരു അഗ്ലോണിമ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 rupees. ഇത് ബ്രൈറ്റ് സ്റ്റാർ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 rupees. ഇല്ലാത്ത ഭാഗത്ത് വേണം വെക്കേണ്ടത്. വീണ്ടും ഒരു ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമ 70 rupees, 70 രൂപ. പിന്നെയുള്ളൊരു കലാത്തിയ 50 rupees. പിന്നെയുള്ളത് കനകാമ്പരം, ലേഡിയുടെ കനകാമ്പരം, ലേഡീസ് കനകാമ്പരം 25 രൂപ. ഇത് യുഫോർബിയ 20 rupees, 20 രൂപ. പിന്നെയുള്ളത് ലോറ പെറ്റാൽ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 65 rupees. ഇത് ഫിലോഡൻഡ്രൻ 10 rupees. പിന്നെയുള്ളത് ഒരു അഗ്ലോണിമ. അതിൻ്റെ പ്രൈസ് 20 rupees, 20. ഇത് സിങ്കോണിയം 10 rupees. ഇത് റെഡിഷ് കളർ കനകാമ്പരം, ലേഡീസ് കനകാമ്പരം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 45 rupees. ഇതൊരു സ്നേക്ക് പ്ലാന്റ് 20 rupees. ഇതും 20 rupees. പിന്നെയുള്ളത് മദർ ഓഫ് തൗസൻഡ്സ് 25 rupees. ഇത് ടാങ്കിൾ ഹാർഡ് 5 rupees. ഹാങ്ങിങ് പ്ലാന്റ് ആണ്. വാണ്ടറിങ് ഡ്യൂ 5 rupees. പിന്നെയും ഒരു ഹാങ്ങിങ് പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5 rupees. ബേബി ടീയേഴ്സ്. ഇത് സിങ്കോണിയം 20 rupees. പിന്നെ യുജീനിയ 50 rupees. ഇത് സെലോക്കേഷ്യ റെഡ് ഫ്ലവറാണ് പിടിക്കുന്നത്. നല്ല വെയിലുള്ള ഭാഗത്തൊക്കെ നിർത്താൻ പറ്റിയ പ്ലാന്റ് കേട്ടോ. പിന്നെയുള്ളത് ട്യൂബർ റോസും നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്താം. വൈറ്റ് കളർ ഫ്ലവർ പിടിക്കും. 45 rupees. ഇത് അഗ്ലോണിമ പിങ്ക് വെറൈറ്റി. പിന്നെ ഇത് വേറെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം പ്രൈസ് എന്ന് പറയുന്നത് 220 rupees ആണ്. നമ്മൾ ഈ കാണിക്കുന്ന പ്ലാൻസിൽ ഏതെങ്കിലും പ്ലാൻസ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണേ, സ്ക്രീൻഷോട്ട് അയച്ചു തരാം. പിന്നെ ഓർഡർ തന്നവരുണ്ടല്ലോ, അവർക്കും ഓൾറെഡി ഓർഡർ തന്നവർ നമ്മൾ ഇന്ന് പ്ലാൻസ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ഏതെങ്കിലും ഇതിനകത്ത് വേണമെങ്കിൽ എന്തോന്നാ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടാൽ നമുക്ക് അതിൻ്റെ കൂടെ വെച്ച് അയക്കാൻ പറ്റും കേട്ടോ. ഇത് നന്ദിയാർ വട്ടം 25 rupees. നമ്മൾ നേരത്തെ കണ്ടത് ടേബിൾ പാം ആണേ. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 rupees. ഇത് പെഡലാന്തസ് 10 rupees. പിന്നെയുള്ളത് അരയിലയുടെ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 rupees, 20 രൂപ. പിന്നെയുള്ളത് ഒരു ലീഫി പ്ലാന്റ്, നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം. ഇതിൻ്റെയും പ്രൈസ് 20 rupees, 20 രൂപ. പിന്നെ ഇതൊരു ലീഫി പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 rupees. നമുക്കിത് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്താം. ഷെയ്ഡിൽ വളർത്തിയാൽ ഇതിൻ്റെ കളർ നന്നായിട്ട് കിട്ടത്തുള്ളൂ. 190 rupees. പിന്നെയുള്ളത് അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് 60 rupees, 60 രൂപ. ഇത് അഗ്ലോണിമ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 280 rupees. ഇത് 3 ഷൂട്ട്സ് ഉണ്ട് കേട്ടോ. പിന്നെ ബേർഡ് നെസ്റ്റ് ഫോൺ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 200 rupees. നല്ല വലിയ പ്ലാന്റാണ് അയച്ചു തരുന്നത്. 200 rupees. വലിയ പോട്ടിൽ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ CC പ്ലാന്റ് ഉണ്ട്. CC പ്ലാന്റ് പ്രൈസ് എന്ന് പറയുന്നത് 160 rupees. ഇത് കലാത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 240 rupees. 240 rupees എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് 3-4 ഷൂട്ട്സ് ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു തൈകൾ വരാനും തുടങ്ങിയിട്ടുണ്ട്. ഇതും ഇത് കാർഡിനൽ ടിക്കി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 rupees. പിന്നെയുള്ളത് സൂപ്പർ വൈറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 rupees.
ബ്ലാക്ക് സി സി പ്ലാന്റ് പ്രൈസ് എന്ന് പറയുന്നത് 160 റുപ്പീസ്. പിന്നെ ഡോർഫ് വെറൈറ്റി ഉണ്ട്, ഇത് 190 രൂപ, 190 റുപ്പീസ്. ഇത് ഡിഫൈൻ പാച്ച്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. ഇതില്ല, ഇത് കുറ്റിമുല്ല 30 റുപ്പീസ്, 30 രൂപ. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ്, നാടൻ പൂവ്, ഇതിൻ്റെ വില 20 രൂപ, 20 റുപ്പീസ്. ഇത് നാടൻ വിങ്ക റോസ് 20 റുപ്പീസ്, 20 രൂപയുള്ള. ഇത് നമ്മുടെ മിനിയേച്ചർ റോസ് ഡാർക്ക് പിങ്ക് കളറ് 65 റുപ്പീസ്. പിന്നെ ഇത് പവിഴമല്ലി 65 റുപ്പീസ്. ഇത് പെൻഡാസ് ഒരു ലൈറ്റ് പിങ്ക് കളർ 20 റുപ്പീസ്. ഇത് വിങ്ക റോസ് ലൈറ്റ് പിങ്ക്. ഇത് ക്രോക്കഡൈൽ ഫോൺ 190 റുപ്പീസ്. പിന്നെയുള്ളത് മോൺസ്ട്ര വെറൈറ്റി, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 റുപ്പീസ്. മണിമുല്ല 45 റുപ്പീസ്. ഇത് പഴയൊരു നാടൻ ചെടി, കാശുതുമ്പി എന്ന് പറയും തോന്നുന്നു, 20 റുപ്പീസ്. ഇത് 10 മണിക്ക് മുമ്പേ വിരിയാൻ വേണ്ടി വിതുമ്പി നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെയിലിലുള്ള പ്ലാൻസ്. എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. പിന്നെ നമ്മൾ ഇന്ന് എടുക്കുന്ന ഓർഡർ നമ്മൾ നാളെ ആയിരിക്കും അയക്കുന്നത്. കാരണം ഓൾറെഡി ഓർഡർ എടുത്തത് നമ്മൾ ഇന്ന് അയക്കാനുണ്ട്, അത് ഇന്നങ്ങ് അയച്ചു തീർക്കും. DTDC വഴിയാണ് പ്ലാൻസ് അയക്കുന്ന പേയ്മെൻറ്റ്, ഗൂഗിൾ പേ വഴിയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീട്ടിൽ പോട്ട് സെയിലിനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് പോട്ട് സെയിൽ ചെയ്യുന്നത്. ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാനത് അതിൻ്റെ എണ്ണം എടുക്കാതെയാണ് വീഡിയോയിൽ ഇട്ടത്. ആക്ച്വലി അത് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ട് വേണമായിരുന്നു വീഡിയോയിൽ ഉണ്ടാകുക. അത് ചെയ്യാതെയാണ് വീഡിയോയിൽ കാണിച്ചത്. പോട്ടിൻ്റെ സൈസൊന്നും അളക്കാതെയാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഓരോരുത്തർ പോട്ടിൻ്റെ സൈസ് എത്രയാണെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അയ്യോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കണമായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അത് ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇത് ഞാൻ ശ്രദ്ധിച്ചതായിരുന്നു. വീഡിയോ എടുക്കുന്നതിൻ്റെ ഓൾറെഡി ഇളക്കി വെച്ച സാധനം, എന്നിട്ട് ഞാൻ കിടന്ന് പാടുപെട്ടു. ഏത് ഈ CC പ്ലാന്റ് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഇളക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ 2 എണ്ണം പൊട്ടി വന്നത്. ആദ്യം കുഴിച്ച് വെച്ചില്ലേ, അത് ഇതിനകത്ത് പൊട്ടിയതാണ്. ഇത് നമുക്കിനി ആർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി ഇതിൽ നിന്നൊക്കെ തൈ നല്ലപോലെ വന്നാലേ പറ്റത്തുള്ളൂ. മറ്റതിലും വേര് പിടിച്ച് ബൾബ് വരണം, എങ്കിൽ മാത്രമേ അത് സെയിൽ ചെയ്യാൻ. ഒരു പ്രാവശ്യം നമ്മുടെ കസ്റ്റമറിന് അയക്കാൻ വേണ്ടി അവർക്ക് ഫോട്ടോയൊക്കെ ഇത് ഇട്ട് കൊടുത്തിട്ട് അത് പാക്ക് ചെയ്യാൻ വേണ്ടി ഇളക്കാൻ ശ്രമിച്ചപ്പോഴും അയ്യോ ജാമായിരിക്കുന്നു. പിന്നെ ഇത് അയക്കാൻ പറ്റില്ല, വേറെ അയച്ചത്. അപ്പോഴേ അത് ഇളക്കി മാറ്റണമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഞാൻ പോന്നേ. അപ്പം മറ്റേ കാര്യം മറക്കല്ലേ, സബ്സ്ക്രൈബ്. സലീം കുമാർ മറ്റേ മായാവി സിനിമയിൽ പറയുന്നതൊക്കെ ആശാൻ ആ വെള്ള പോട്ടിൽ വെച്ചിട്ട് എനിക്കൊരു തൃപ്തിയില്ല. അപ്പോൾ അതിൽ ഇത്തിരി കൂടെ വലിയ പോട്ടിലോട്ട് ഞാൻ മാറ്റിയത് കേട്ടോ. അപ്പോഴേ എൻ്റെ മിക്ക വീഡിയോയിലും ഞാൻ ഏതെങ്കിലുമൊക്കെ സിനിമയിലെ ഡയലോഗ് പറയുമല്ലേ, അതെന്തെന്ന് പറയുമോ, എനിക്ക് കോമഡി ഫിലിം ഭയങ്കര ഇഷ്ടമാണ്. കോമഡി ഫിലിമേ ഇഷ്ടമുള്ളൂ. നമ്മളിപ്പം എമ്പുരാൻ കാണാൻ പോയായിരുന്നു, ഈദ് മുബാറക്കിൻ്റെ അന്ന്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗം കണ്ടിട്ട് എനിക്ക് അത്ര അങ്ങോട്ട്. പിന്നെ മഞ്ജുവാരുടെ 1-2 സീനും പൃഥ്വിരാജിൻ്റെ എൻട്രി കിടില, പിന്നെ ഉഷാറായി. ഞാൻ KGFൻ്റെ ആദ്യത്തെ പാർട്ട് കണ്ടിട്ട്, ആദ്യത്തെ പാർട്ട് കാണാൻ പോയിട്ട് കുറച്ച് ഭാഗം വരെ ഇരുന്നുറങ്ങിയ ആളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ ഉറങ്ങിയത്. പിന്നെ കുഞ്ഞുമക്കളും കൈക്കുഞ്ഞുങ്ങളും ഉറങ്ങി കാണും, അല്ലാതെ വേറെ ആരും ഉറങ്ങി കാണത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ കഥയൊന്നും എനിക്ക് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ഭാഷ മനസ്സിലായിട്ടില്ല. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഈ വയലൻസ് അത് നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് ചിരിക്കണം. നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ തോളിൽ തട്ടി ചിരിച്ച് അട്ടഹസിച്ച് നമുക്ക് അങ്ങനെ, തൊട്ടടുത്തിരിക്കുന്ന ആൾ നമ്മളെപ്പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അവരുടെ ചൂണ്ടിക്കാണിച്ച് സ്ക്രീനിലോട്ട് നോക്കേ എന്നൊക്കെ പറഞ്ഞാലേ നമുക്കൊരു സമാധാനം വരത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് സിനിമയിലെ ഡയലോഗ് വരുന്നത് കേട്ടോ. അപ്പം ആരോഗ്യവും സന്തോഷവും സമാധാനം നിറഞ്ഞ ഒരു ജന്മദിനവും കൂടി എനിക്ക് തന്ന സർവേശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. സൈനിങ് ഓഫ്, ഡയന ഡേവിഡ് ഫ്രം കൊല്ലം.